ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജിയാണ്. അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സ്റ്റേറ്റസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടിപ്പോൾ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ മുതൽ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറന്റ് എനർജി നോക്കാം. അവരുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? Okay, 6 of Swords, 2 of Wands, Page of Pentacles, 9 of Wands, 10 of Swords, 9 of Swords, 9 of Pentacles, King of Swords, Devil energy, 5 of Wands, Knight of Wands, Knight of Pentacles, 3 of Cups, Tower, 8 of Pentacles and Magician. അപ്പോൾ നമുക്ക് ഇവരുടെ ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എട്ടുകാലി വല നെയ്യില്ലേ, അതായത് എത്രയൊക്കെ അത് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും 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 ടയേർഡാവാതെ ആ വല നെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇതിനകത്തുള്ള പല എനർജീസും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. അതായത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി എന്ത് കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയായിട്ട് അത്രയും അധികം അറ്റാച്ച്മെൻറ്റ് വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു ഫേസ് മാസ്ക് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആൾക്ക് തിരിച്ചറിവ് വന്നതുകൊണ്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ആഗ്രഹിച്ച് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നമ്മളിവിടെ പറഞ്ഞ പോലെ ഈ ഒരു തേർഡ് പാർട്ടി എത്രയൊക്കെ ഈ ഒരു വ്യക്തി പുറത്ത് വരാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാലും വീണ്ടും ഏതെങ്കിലും തരത്തിൽ അവരിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്ത് ഭയങ്കരമായിട്ടുള്ള കൺട്രോളിങ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ അവരുടെ ചൊൽപ്പടിക്ക് നിർത്തുക നമ്മൾ പറയില്ലേ, എന്നുപോലെയുള്ള പല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തിരിച്ചറിയുന്നത് കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർക്കൊരു സ്വബോധത്തോടു കൂടി ഇനി ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരു അവരുടേതായിട്ടുള്ള ഒരു ഇന്നർ വോയിസ് കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു പേഴ്സൺ മാറിപ്പോരാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി എനർജി സ്ട്രോങ് ആയിട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് എനർജീസിൽ തന്നെ നമുക്ക് കാണാം 6 ഓഫ് സോഡ്സ് ആൻഡ് 2 ഓഫ് വൺസ് ആണ്. അതായത് കുറച്ചധികം സ്ട്രഗിളുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാണ്. മാത്രമല്ല നമുക്കിവിടെ ഒരു ചോയ്സ് കാണാം. ചിലപ്പോൾ ഒരു ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങളും, ഒരു ചോയ്സ് തേർഡ് പാർട്ടി ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ ഫ്യൂച്ചർ മറ്റൊരു ചോയ്സ് തന്നെയാണ് നല്ലത് എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള തേർഡ് പാർട്ടി നമ്മൾ പറഞ്ഞ പോലെ കുറച്ചൊരു ഡിറ്റർമിൻഡ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെ ഹോൾഡ് ചെയ്ത് നിർത്താൻ കഴിയുമോ അതുപോലെ എല്ലാം ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് മാക്സിമം ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഏതറ്റം വരെയും പോയി കഴിഞ്ഞാലും വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കണം എന്ന് പറയുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാം.
ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുക എന്നുള്ളത്. അതായത് ഒരു വ്യക്തി മനസ്സിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത് അതിന് മുൻപായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതായത് ഈ ഒരു പേഴ്സൺ ഇന്ന റൂട്ടിലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവും. എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ആ ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം മേ ബി ഇവിടെയുള്ള ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു പേഴ്സണിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് പുറത്തേക്ക് വരണം. അല്ലെങ്കിൽ അത് നിങ്ങളിലേക്കായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരൊരു ഫ്യൂച്ചർ ഇവരെ കൂട്ടാതെ ചൂസ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും അതിന് മുൻപ് തന്നെ അത് ഓവർകം ചെയ്ത് അവിടെ ബ്ലോക്ക് ചെയ്തിടാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു പേഴ്സന്റെ ഒരു എനർജിയും കൂടിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി വളരെ കുറവാണ്. ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്ന ആ ബോണ്ടിങ് ഓഫ് ലവ് എനർജി വളരെ മിസ്സിംഗ് ആണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പ് ഒരു ഓൺ ആൻഡ് ഓഫ് പാറ്റേണിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അങ്ങ് പോകുന്ന ഒരു എനർജി അല്ല. തീർച്ചയായിട്ടും ഇതിനകത്തും നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ, സ്ട്രഗിൾസ്, കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ള അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു നമ്മൾ പറഞ്ഞ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി അവരിൽ നിന്ന് മാറിപ്പോകുന്നു അല്ലെങ്കിൽ വേറൊരു മറ്റൊരു പാതയിലേക്ക് പോകുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു പേഴ്സൺ ആണ്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു 10 ഓഫ് സോർഡ്സ് എനർജി, 9 ഓഫ് സോർഡ്സ് എനർജി എല്ലാം കയറി വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പോലും അവരെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നുള്ളതാണ്. മാത്രമല്ല ഇതിനകത്ത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് മാറി നിന്നിട്ട് നിങ്ങളിലേക്കായിരിക്കാം ചിലപ്പോൾ ആ ഒരു ടൈമിലൊക്കെ വന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. അതിൻ്റെ ഒരു പാറ്റേൺ നമുക്കറിയില്ല. നമ്മൾ തേർഡ് പാർട്ടി എനർജിയാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നൊരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഇവർ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ടല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് മാത്രം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു സംഭവം മറ്റാരെങ്കിലുമിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നു എന്നൊക്കെയുള്ള കാണുമ്പോഴുള്ള ആ ഒരു ഇമോഷൻസും കൂടി ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞൊരു കാര്യം കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ വിട്ട് കളയാനായിട്ട് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവരിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാനായിട്ട് ശേഷിയുള്ള ഒരു തേർഡ് പാർട്ടി എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ചിന്തിച്ച് ചെയ്യുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കാം. അതായത് ഇപ്പോൾ ചിലരുണ്ട് ഒരുപാട് ഇമോഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ ഒരു ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ്ലി അതിനകത്ത് തന്നെ പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും അതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് വളരെ ലോജിക്കായിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം. മാത്രമല്ല ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് ഫിനാൻഷ്യലി ഉള്ള ചില കാര്യങ്ങളും കണക്റ്റ് ആയിട്ടുണ്ടാവാം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കൽ വാങ്ങലുകളോ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് അറിയില്ല. ഇപ്പോൾ പലർക്കും പല വ്യക്തികളായിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് കയറി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും ഇവരും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉള്ളൊരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ അവരിലേക്ക് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി കൂടിയാണ്. അതിപ്പോൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ഉള്ള അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മുഖേനയായിരിക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു നൈറ്റിൻ്റെ എനർജി കയറി വന്നിട്ടുണ്ട്. ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഫ്ലർട്ടിംഗ് ടൈപ്പും കൂടി ഒരു എനർജിയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അവർ ഉദ്ദേശിച്ച രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഏത് രീതിയിലും പോകാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു തേർഡ് പാർട്ടി എനർജി കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു കിങ് ഓഫ് സോർഡ്സ് ആൻഡ് ഡെവിൾ എനർജി കാണാം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഡാൻസ് വിത്ത് ദ ഡെവിൾ എന്നുള്ള ഒരു ഫാൻറ്റസി സീരീസ് ഉണ്ട്. അതിനകത്ത് തന്നെയുള്ള ഒരു പാർട്ടാണ് സോർഡ് ഓഫ് ദ കിങ് എന്നുള്ള ഒരു പാർട്ട്. അത് ആരാ അതിൻ്റെ ഓതർ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. ആ ഒരു കോംബോ ഇതിനകത്ത് നമുക്ക് വളരെ കറക്റ്റായിട്ട് കയറി വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സൺ വളരെ പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞു ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻറ്റൻഷനും കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് കൂടിയായിരിക്കും ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു തരത്തിൽ ഇതിനകത്ത് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിടാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ നേരത്തെ ചിലപ്പോൾ പാസ്റ്റിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ്ലി ഇവർ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ഇവർ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ ശരിക്കും വീണ് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ വളരെയധികം എന്താ പറയുക യുക്തിപൂർവ്വമായിട്ട് കാര്യങ്ങൾ കണ്ടല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റി കൊണ്ട് ആ ഒരു കെട്ടുപാടിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടർന്ന് പോകാനായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്യാനോ വലിയ താല്പര്യമില്ല. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി പല കാര്യങ്ങൾ കൊണ്ട് ഇതിനകത്ത് വീണ്ടും പിടിച്ചു നിർത്തുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ വരുന്നത് പോലും അതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു എനർജിയെ
ആ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഒരു എനർജിയും കൂടി നമുക്കവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി ആണെങ്കിൽ സ്പിരിച്വൽ കണക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ നിന്നെല്ലാം പുറത്ത് കടക്കാനായിട്ട് ഒരാൾക്ക് കഴിയണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ബ്ലാക്ക് മാജിക് എനർജി എഫക്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തെ പോലും കൂട്ടുപിടിച്ചായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ അവരിൽ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ആ ഒരു നൈറ്റിൻ്റെ എനർജി. ദാറ്റ് മീൻസ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എക്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുള്ളപ്പോൾ അവരുടെ ലൈഫിലേക്ക് കയറി വന്ന മറ്റൊരു വ്യക്തിയായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും അട്രാക്റ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എങ്ങനെയാണ് ആ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാലും ഈ ഒരു തേർഡ് പാർട്ടി വിചാരിക്കുന്ന രീതിയിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻറ്റൻഷനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സൻ്റെ ഒപ്പം പോകാനായിട്ട് തന്നെ ആഗ്രഹിക്കുന്ന ഒരു തേർഡ് പാർട്ടി എനർജി കൂടിയാണ്. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു ടവർ എനർജി കയറി വന്നിട്ടുണ്ട്. അതായത് അവർക്കിടയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ വലിയ വഴക്കുകളോ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കേണ്ട അവസ്ഥകളോ കാര്യങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ചിലരെ സംബന്ധിച്ച് അത് ഇപ്പോൾ അവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമായിരിക്കും. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ അവരുടെ ലൈഫിൽ ഇപ്പം നടന്നിട്ടുള്ളൊരു കാര്യമായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആൻഡ് മജീഷ്യൻ എനർജിയാണ്. എത്രയൊക്കെ ഇത് തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് റെഡിയാണ്. വീണ്ടും ഇതിനകത്ത് ഈ ഒരു എനർജിയിൽ നിന്ന് തന്നെ നമുക്ക് കാണാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ആക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മാനിഫെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം ഇല്ലാത്തതായിട്ടും അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം ഉള്ളതായിട്ടും കാണിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർ തമ്മിൽ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ബ്രേക്കിലോ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനകത്തേക്ക് തന്നെ ഈ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണ്. അതായത് നമ്മൾ ചില കാര്യത്തിൽ പറയുന്ന പോലെ വിശ്രമമില്ല എന്ന് പറയുന്ന പോലെ നിർത്തിപ്പോവാനായിട്ട് ഉദ്ദേശമില്ലാത്തൊരു തേർഡ് പാർട്ടി എനർജിയാണ് നിരന്തരമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എട്ടുകാലി വല വിരിക്കുന്ന പോലെ. അത് എത്രയൊക്കെ അതിൻ്റെ ആ ഒരു വല നമ്മൾ ഭേദിച്ച് കളഞ്ഞാലും പിന്നെ അത് കെട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ ഒരു ടയേർഡ് ആവാതെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ വ്യക്തിക്ക് വലിയൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇവരോട് ഇല്ല എന്നുള്ളത് നമ്മൾ എടുത്ത് കാണേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനോ അല്ലെങ്കിൽ അത്രയധികം താല്പര്യം നിങ്ങളുടെ പേഴ്സൺ ഇല്ല. പക്ഷേ ഓരോ കാര്യങ്ങളായിട്ട് ഇതിനകത്തേക്ക് പിടിച്ചു കൊണ്ടുവരുന്ന ഒരു അവസ്ഥ നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ കാണിച്ച് ഒരു ടെംപ്റ്റേഷൻ ആകർഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നതായിരിക്കാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത്രയും അവരുമായിട്ട് അടുക്കുന്നില്ല എന്നുള്ളത് കാണാം. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ പ്രസൻ്റ്ലി കാണാനായിട്ട് കഴിയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളോടുള്ള ഈ ഒരു വ്യക്തിയുടെ ഓവറോൾ എനർജി എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളായിട്ടും പിരിഞ്ഞ് നിൽക്കുകയാണോ, എന്താണ് അവസ്ഥ എന്നുള്ളത്. ഓക്കെ, ചാരിയറ്റ്, ഹൈ പ്രീസ്റ്റസ്, എംബറർ, 9 ഓഫ് സോഡ്സ്, 5 ഓഫ് കപ്സ്, 3 ഓഫ് സോഡ്സ്, the moon, 2 of cups, page of cups and the world. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു മനോഭാവം നോക്കുമ്പോൾ നമുക്ക് കാണാം ഇമോഷൻസ് വളരെയധികം കൂടുതലാണ്. നേരത്തെ തേർഡ് പാർട്ടി ആയിട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് വളരെ കുറവായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സൺ അവരോട് ഒട്ടും ഒരു
ഇൻട്രസ്റ്റ് അങ്ങനെ ഇല്ലാത്തതായിട്ട് തന്നെ നമുക്കവിടെ കാണാം. ഇനി അതിനകത്ത് ആ ഒരു വ്യക്തി നിന്നിട്ടുണ്ടെങ്കിൽ പോലും അത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു യഥാർത്ഥമായിട്ട് നമ്മൾ മനസ്സ് തുറന്ന് സ്നേഹിക്കുക എന്ന് പറയില്ലേ, ആ പറഞ്ഞൊരു എനർജിയിലല്ല അവിടെയുള്ള അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ആ ഒരു 2 ഓഫ് കപ്സ് എനർജി. അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും ലോകത്ത് മറ്റാരും ഇല്ല. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരാൾക്കായിരിക്കും സ്ഥാനം ഉണ്ടാവുന്നത്. അത് നിങ്ങൾക്കാണ് ഈ ഒരു പേഴ്സൺ തന്നിട്ടുള്ളതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു 9 ഓഫ് സോഡ്സ്, 5 ഓഫ് കപ്സ്, 3 ഓഫ് സോഡ്സ്, മൂൺ എനർജി, ഈ പറഞ്ഞ ഓരോ എനർജി എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടബോധം ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റിലുള്ളവരായിരിക്കാം. അല്ലെങ്കിൽ കോൺടാക്റ്റിൽ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് നിങ്ങളുടെ ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നതിൽ ഒരുപാട് നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ നിന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണെന്നുള്ളത്. നിങ്ങളുമായിട്ടുള്ളൊരു എനർജിയാണ് നോക്കുന്നത്. പക്ഷെ അതിനകത്ത് പോലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണെന്നുള്ളത് കാണാം. അല്ലെങ്കിൽ അതുമൂലം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഈ ഒരു പേഴ്സൺ ഒരു സ്വസ്ഥതയില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആൾക്കൊരു ഭയങ്കരമായിട്ടുള്ള വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നോ കോൺടാക്റ്റ് ആയിരിക്കാം. നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടിയുടെ പിടിമുറുക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടി ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ താല്പര്യം എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. അതായത് ഇവിടെ ഈ ഒരു ഷാരറ്റ് എനർജിയിൽ നമുക്ക് കാണാം അവരുടെ ഒരു വഴി, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ എന്താ പറയുന്ന ആ ഒരു മാർഗം എന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ്. മറ്റൊരു കാര്യത്തിന് അവർ അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതാണ് അവരുടെ ഒരു താല്പര്യം. പക്ഷേ ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു പ്രയോറിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്ന് പ്രകടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം താല്പര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കുമ്പോൾ വേറെ പലർക്കും അത് ഡാമേജ് ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരാം. ഇവിടെ നമുക്ക് കാണാം ആ ഒരു എംപറർ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് മനസ്സിനകത്ത് ഒരുപാട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും അത് അവർക്ക് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയണമെന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ സ്നേഹമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ആ ഒരു ആഗ്രഹം തുറന്ന് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വഴി കുറച്ച് നാളത്തേക്കെങ്കിലും പെൻഡിങ്ങിൽ വെക്കേണ്ടി വരുന്നൊരവസ്ഥയൊക്കെ ആയിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു ഇന്നർ വോയിസ് പറയുന്നത് നിങ്ങളിലേക്ക് വരാനാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കണക്ഷന് ഒരു സ്പെഷ്യാലിറ്റി ഈ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ തമ്മിലുള്ള ഇപ്പോൾ കണക്ഷൻ എന്ത് തന്നെയുള്ള എങ്ങനെയുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട് എന്ന് ആ ഒരു വ്യക്തി നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു ഹൈ പ്രിസ്റ്റസ് ആൻഡ് 2 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിനെ ആ ഒരു പേഴ്സൺ കാണുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് മറ്റൊരു തലത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് ഡ്രീം കാണുന്ന അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. നിങ്ങളെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും അധികം ഒരു പെയിൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വ്യക്തികൾക്ക് ഇതൊരു നോ കോൺടാക്റ്റ് തന്നെ ആയിരിക്കണം. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് ഒരുങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഉടനെ അതിനൊരു സ്റ്റോപ്പ് ഇടുന്ന ആളായിരിക്കണം തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ദേഷ്യവും ചിലപ്പോൾ തേർഡ് പാർട്ടിയോട് കാണിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഒട്ടും ആ ഒരു തേർഡ് പാർട്ടി അംഗീകരിക്കാനായിട്ട് കഴിയാത്തത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് വന്നിട്ടില്ലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേൾഡ് എനർജിയാണ്. ദാറ്റ് മീൻസ് നിങ്ങളാണ് അവരുടെ ഒരു ലോകം, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. കറൻലി നമുക്ക് ഈ ഒരു തരത്തിലാണ് തേർഡ് പാർട്ടിയോട് നിങ്ങളോടുള്ള ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി കിട്ടിയിരിക്കുന്നത്. എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുമെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനും പിന്നെ ഈ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടിയാണ് ഇവിടുത്തെ ഒരു തടസ്സം എന്നുള്ളത് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലാതെ ഈ ഒരു വ്യക്തിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. തേർഡ് പാർട്ടി ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു വില്ലൻ റോൾ എടുക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.